നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 55 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച അർത്ഥം പറഞ്ഞത്. ഇന്ന് 56-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. ദുഃഖേഷ്വനുദ്വിഗ്നമനാ സുഖേഷു വികതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. ഒന്നും കൂടി വായിക്കാം. ദുഃഖേഷ്വനുദ്വിഗ്നമനാ സുഖേഷു വികതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് സ്ഥിതപ്രജ്ഞൻ എന്നുള്ളതിൻ്റെ എന്താണ് ലക്ഷണം എന്ന് പറഞ്ഞു. ഇനി അത് വിവരിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. ദുഃഖേഷു അനുദ്വിഗ്നമനാ, ദുഃഖങ്ങളിൽ ഒട്ടും വിഷമിക്കാതെ, സുഖേഷു വിഗതസ്പൃഹ, സുഖങ്ങളിൽ ആഗ്രഹമില്ലാതെയും, വീതരാഗഭയക്രോധ, രാഗം ഭയം ക്രോധം തുടങ്ങിയ വികാരങ്ങളൊന്നും ബാധിക്കാതെയും, മുനി സ്ഥിതധീ ഉച്യത്തെ, മൗനം അവലംബിക്കുന്നവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നു. ഇതിനു മുന്നത്തെ ശ്ലോകത്തിൽ 55-ാമത്തെ ശ്ലോകത്തില് സ്ഥിതപ്രജ്ഞന്റെ മനസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ പുറത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവക്ഷിക്കുന്നത്. സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാൾക്ക് സുഖത്തിലും ദുഃഖത്തിലും മനസ്സിന് ഒട്ടും ക്ഷോഭ ഉണ്ടാവുന്നില്ല. എന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യന് ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ മനസ്സിൽ വല്ലാത്ത കുണ്ഠിതം തോന്നുകയും അത് വല്ലാതെ തളർന്നു പോവുകയും ചെയ്യും. എന്നാൽ സുഖം വന്നു ചേരുമ്പോൾ അതിൽ ഭ്രമിച്ച് അതിന് വീണ്ടും ലഭിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുകയും ചെയ്യും. അതായത് സുഖത്തിന്റെ കാര്യത്തിൽ ഇനിയും ഭാവിയിലും ഇനി സുഖം ലഭിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുണ്യം അനുഷ്ഠിക്കുക, എന്നിട്ട് അത് കിട്ടുമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിങ്ങനെ കഴിയുക. ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾ ചെയ്യുക. എന്നാൽ ഈ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാളെ ഈ ഇങ്ങനത്തെ വ്യവഹാരങ്ങളൊന്നും ബാധിക്കുന്നേ ഇല്ല എന്നർത്ഥം. എന്തെങ്കിലും സാധനം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം, അതിനാണ് രാഗം എന്ന് പറയാം. ആ സാധനം കിട്ടാതെ വന്നാലോ എന്നുള്ള ഒരു ആശങ്ക, അതാണ് ഭയം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള ഭയം, അതായത് ഈ ആശങ്ക അധികമാവുമ്പോഴാണ് മനസ്സിൽ ക്രോധം തോന്നുന്നത്. എന്നാൽ സ്ഥിതപ്രജ്ഞനായ ഒരാളെ ഇതൊന്നും തീരെ ബാധിക്കുന്നു തന്നെ ഇല്ല. അതായത് ഒരു പ്രശസ്തി ഉണ്ടായിച്ചാൽ അതിൽ അഹങ്കരിക്കുക ഇല്ല, ആ പ്രശസ്തി അദ്ദേഹത്തിന് ചിത്തത്തിനെ ബാധിക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ തനിക്കുള്ള പരിമിതി ഇന്നതുണ്ട് എന്ന് വെച്ച് ദുഃഖിക്കുക, അതും ഇല്ല. ഇതൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിനെ ചഞ്ചലമാക്കുന്നില്ല. ഇങ്ങനെ രാഗദ്വേഷ ഭയക്രോധാദി വികാരങ്ങൾക്ക് അധീനമാകാതെ ആത്മസ്വരൂപത്തിൽ മുഴുകി മൗനിയായിരിക്കുന്ന അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞത്വം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. യഹ് സർവത്രാനഭിസ്നേഹസ്തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഒന്നുകൂടി. യഹ് സർവത്രാനഭിസ്നേഹസ്തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഹ് ആരാണോ, സർവത്ര അനഭിസ്നേഹ ഒന്നിലും മമതയില്ലാതെ, തത് തത് ശുഭാശുഭം പ്രാപ്യ അപ്പോഴപ്പോഴായി ശുഭത്തെയും അശുഭത്തെയും പ്രാപിക്കുമ്പോൾ, ന അഭിനന്ദതി അഭിനന്ദിക്കാതിരിക്കുന്നുവോ, ന ദ്വേഷ്ടി ദ്വേഷിക്കാതിരിക്കുന്നുവോ, തസ്യ അവന്റെ പ്രജ്ഞാ പ്രതിഷ്ഠിത ബുദ്ധി സുസ്ഥിരമാകുന്നു. എന്ന് വെച്ചാൽ ആർക്കാണോ ഒന്നിലും പ്രത്യേകമായിട്ടൊരു സ്നേഹമില്ലാത്തത്, ധനത്തിലോ തൻ്റെ ശരീരത്തിനോടോ ഒന്നിനും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ലാതെ, അതുപോലെ ശുഭകാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ വല്ലാതെ സന്തോഷിക്കുക, അതില്ല. അശുഭകാര്യങ്ങൾ വരുമ്പോൾ അതിൽ ദുഃഖിക്കുക, ദ്വേഷം പ്രകടിപ്പിക്കുക, ഇതൊന്നുമില്ലാതെ ആരാണോ ഉള്ളത്, അങ്ങനെയുള്ള ഒരുവന്റെ ആ ബുദ്ധി, അയാളുടെ അറിവാണ് സുസ്ഥിരമായിരിക്കുന്നത്.
അതായത് പൂർണ്ണമായിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹമാണ് സ്ഥിതപ്രജ്ഞത്വം നേടാനുള്ള മാർഗം. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. യദാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഒന്നുകൂടി. യദാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യദാ അയം കൂർമ അംഗാനി ഇവ. എപ്പോഴാണോ അയം ഇവൻ എന്നുവെച്ചാൽ അറിവുള്ള ആള്, കൂർമ അംഗാനി ഇവ ആമ അതിൻ്റെ അവയവങ്ങളെ എന്ന പോലെ, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, സർവശ ഇന്ദ്രിയാർത്ഥേഭ്യ മുഴുവനായിട്ടും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന്, സംഹരതേ സംഹരിക്കുന്നത് പിൻവലിക്കുന്നത്, തഥാ തഥാ എന്നുള്ള വാക്ക് ഈ ശ്ലോകത്തിലില്ല. യഥാ എന്ന് വെച്ചാൽ എപ്പോഴാണോ, അപ്പോൾ അപ്പോൾ എന്ന് പറയണല്ലോ, അതിനാണ് സംസ്കൃതത്തിൽ യഥാ തഥാ എന്ന് പറയും. തഥാ അപ്പോൾ, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത അവന്റെ പ്രജ്ഞ ആ ബുദ്ധി ജ്ഞാനം സ്ഥിരമായി ഭവിക്കുന്നു. ഒരു ആമ അതിൻ്റെ അവയവങ്ങളെ എല്ലാ ഭാഗത്തുനിന്നും ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ആയിരിക്കണം ഒരു വ്യക്തി, അതായത് സ്ഥിതപ്രജ്ഞത്വം നേടണം എന്ന ആഗ്രഹമുള്ള ഒരു യോഗി എല്ലാ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കണം. ആമയ്ക്ക് അതിന് ഇഷ്ടപ്രകാരം അതിൻ്റെ അവയവങ്ങളെ പുറത്തേക്ക് നീട്ടാനോ അകത്തേക്ക് വലിക്കാനോ ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഈ ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ വെക്കണം. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കണം. ഈ ഇന്ദ്രിയങ്ങൾ കൂടെയാണ് നമ്മുടെ ആ പ്രജ്ഞ, ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് വിഷയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബുദ്ധി അല്ലെങ്കിൽ ആ മനസ്സ് ആത്മാഭിമുഖമാക്കിയാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അതാണ് ആമയെപ്പോലെ ഇന്ദ്രിയങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞത്. ഇങ്ങനെ സർവതോന്മുഖമായിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് മാത്രമേ ഒരാൾക്ക് സ്ഥിതപ്രജ്ഞത്വം നേടാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത്. അടുത്ത ശ്ലോകങ്ങൾ ഇനി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ